നമസ്കാരം, ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമാണ്. 1947 മുമ്പ് രാജ്യം ബ്രിട്ടൻ്റെ കോളനി രാജ്യമായിരുന്നു. ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ മംഗൽപാണ്ഡയിൽ തുടങ്ങി നിരവധി പേരുടെ ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട്. ഐതിഹാസികമായ സമരങ്ങൾ നയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ഭരണാധികാരികളാണ് പറയുന്നത്. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവർ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് മുൻപിൽ മുട്ടുകുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യ US വ്യാപാര കരാർ നിലവിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് മോഡി സർക്കാർ അംഗീകരിക്കുകയും വലിയ നേട്ടമായി ചിത്രീകരിക്കുകയുമാണ്. എന്നാൽ കരാറിൻ്റെ പൂർണ്ണരൂപം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയോ പൊതുജനങ്ങൾക്ക് ലഭിക്കുകയോ ഉണ്ടായിട്ടില്ല. രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഇത്രയും പ്രധാനപ്പെട്ട വ്യാപാര കരാറിലെ വിവരങ്ങൾ മുഴുവൻ പുറത്ത് വിടാത്തതിലൂടെ മോഡി സർക്കാർ പലതും മറച്ചുവെക്കുകയാണ്. രാജ്യത്തെ വ്യാവസായിക കാർഷിക മേഖലയുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾക്ക് ദോഷകരമായിരിക്കുന്ന നിരവധി വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് കരാറിലെ പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ മൗനം പാലിക്കുകയാണ് സർക്കാർ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവയും US ഉൽപ്പന്നങ്ങൾക്ക് 0 തീരുവയും ആയിരിക്കും ഉണ്ടാവുക. കരാറിലൂടെ US ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകും. ദീർഘകാല ചർച്ചകൾക്കും നയതന്ത്ര കൂടിയാലോചനകൾക്ക് ശേഷമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ രൂപപ്പെടുത്തേണ്ടത്. എന്നാൽ ഇവിടെ രണ്ടുപേർ ഫോണിൽ സംസാരിച്ച് കരാർ രൂപപ്പെട്ടുവെന്നാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിലും മോഡിയെ ഫോണിൽ വിളിച്ച് ട്രംപ് ഭീഷണിപ്പെടുത്തിയാണ് കരാറിൽ എത്തിയതെന്ന് വേണം കരുതേണ്ടത്. എപ്സ്റ്റൈൻ ഫയലിൽ മോഡിയുടെ പേര് ഉൾപ്പെട്ടതായി വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് കരാറിൽ ധാരണയായത്. ഏറെ ദുരൂഹ സൃഷ്ടിച്ചിട്ടുണ്ട്. കീഴടങ്ങിയ സാമന്ത രാജ്യങ്ങൾക്ക് മേൽ അധിനിവേശ രാജ്യങ്ങൾ കപ്പം ചുമത്തുന്ന പതിവുണ്ടായിരുന്നു പണ്ട്. ഇത്തരം വ്യവസ്ഥകൾ ഇക്കാലത്തുണ്ടെന്ന മിഥ്യാധാരണയിൽ ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ ട്രംപ് ഭരണകൂടം പ്രയോഗിച്ച നിബന്ധനകൾക്കും ഭാഷയ്ക്കും ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് ഉണ്ടായത്. ഇത് യാദർശികമല്ല. വെനസ്വേലയുടെ പരമാധികാരം ലംഘിച്ച് അവിടേക്ക് കടന്നു കയറിയ അമേരിക്ക അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയത് നാം കണ്ടതാണ്. എന്തു വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, എങ്ങനെ വാങ്ങണമെന്ന ഇന്ത്യയുടെ പരമാധികാരത്തിനു മേൽ ഇടപെടുകയും തീരുമാനങ്ങൾ തിരുത്തുകയും ലംഘിച്ചാൽ ശിക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ട്രംപ് ഭരണകൂടത്തിൻ്റെ താക്കീത് ഉഭയകക്ഷി കരാറിൻ്റെ അന്തസ്സത്തെ ചോർത്തുന്നു. രാജ്യത്തിൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഈ സമീപനത്തെക്കുറിച്ച് ഇന്ത്യക്കകത്തും പുറത്തും ഉത്തരം പറയാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ നയതന്ത്ര വ്യാപാര നയങ്ങളെ ട്രംപിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ വിധേയമായി കാൽച്ചുവട്ടിൽ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മോഡി സർക്കാർ രാജ്യ താൽപ്പര്യങ്ങളെയാണ് ബലി കഴിച്ചിരിക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടം രാജ്യസ്നേഹം, ദേശീയത തുടങ്ങിയവയെപ്പറ്റി ഗീർവാണം മുഴക്കുന്ന മോഡി സർക്കാരിൻ്റെ രാജ്യവിരുദ്ധ ജനവിരുദ്ധ മുഖമാണ് കരാറിലൂടെ വെളിപ്പെടുന്നത്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ അല്ലെങ്കിൽ അൽത്താര എന്നൊക്കെയാണ് നിയമനിർമ്മാണ സഭകളെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ എത്തുന്നവർ ജനപ്രതികളാണ്. ഇക്കൂട്ടർക്ക് വലിയ ഉത്തരവാദിത്വങ്ങളും കടമയുമുണ്ട്. ഭരണപക്ഷം പോലെ തന്നെ പ്രതിപക്ഷത്തിനും തങ്ങളുടേതായ പങ്കും ഇവിടെയുണ്ട്. ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. എന്നാൽ കേരള നിയമസഭയിൽ പ്രതിപക്ഷം തങ്ങളെ വിജയിപ്പിച്ചു വിട്ട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ്. ഏറെ പ്രാധാന്യമുള്ള കേരള നിയമസഭയുടെ ചരിത്രത്തെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലാണ് പ്രതിപക്ഷ ആക്രമണത്തിനും സമരാഭാസത്തിനുമാണ് കഴിഞ്ഞ ദിവസം സഭ സാക്ഷ്യം വഹിച്ചത്. 2 MLA-മാർ പോഡിയത്തിൽ ചാടിക്കയറി സ്പീക്കറെ ആക്രമിക്കാൻ ശ്രമിക്കുക, സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ പിടിക്കുക, തടയാൻ ശ്രമിച്ച വാച്ച് ആൻഡ് വാർഡിനെ ബാനർ കെട്ടിയ വടി കൊണ്ട് തല്ലുക, ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുത്തുന്ന അക്രമ സംഭവങ്ങളെ തുടർന്ന് ബജറ്റ് ചർച്ച തന്നെ അലങ്കോലമാക്കുക എന്നിങ്ങനെ സഭയിൽ ചർച്ച അനുവദിക്കില്ലെന്ന ലക്ഷ്യത്തോടെ ഒരു ന്യായീകരണവുമില്ലാത്ത ആക്രമണ സമരത്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ സഭയിൽ അരങ്ങേറിയത്. ശബരിമല സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഈ സമരനാടകങ്ങളെല്ലാം നടത്തുന്നത്. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ചോദ്യം ചോദിക്കുവാനും ചർച്ച ചെയ്യാനുള്ള അവസരം വിനിയോഗിക്കാതെ ബഹളമുണ്ടാക്കുകയാണ് ഇവർ ചെയ്തത്. അന്വേഷണം കോൺഗ്രസ് നേതാക്കളിൽ എത്തി നിൽക്കുന്നതും പ്രധാന പ്രതികളുമായി കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബന്ധം പകൽ പോലെ വ്യക്തമായതും തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രകോപനത്തിന് കാരണമായത്. സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും
വാങ്ങിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുടെ വസതിയിൽ കൊണ്ടുപോയത് ആരൊക്കെ ചേർന്നാണ്? ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഇവരെല്ലാം UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശിനും പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടും മറുപടിയില്ല ഇവർക്ക്. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ പരികർമ്മിയായി നിയമിച്ചത് UDF സർക്കാരിൻ്റെ സഹായത്തോടെയാണെന്ന കാര്യവും കോൺഗ്രസിന് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമലയിൽ നിന്ന് വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലേക്ക് മാറ്റാൻ കൈമാറിയത് കോൺഗ്രസ് നേതാക്കൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന കാലത്താണ്. തെളിവ് സഹിതം ഇത് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നിനും പ്രതിപക്ഷത്തിന് ഉത്തരമില്ല. ശബരിമല സ്വർണ്ണമോഷണ കേസ് അന്വേഷണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ പുരോഗമിക്കുകയാണ്. കേസിൽ നിഷ്പക്ഷവും ശാസ്ത്രീയവുമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും SITക്ക് മേൽ അനാവശ്യ സമ്മർദ്ദമുണ്ടാക്കാൻ ചില കോണുകളിൽ നിന്ന് കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും SIT കോടതിയിൽ കടപ്പെട്ടിരിക്കുന്നതും ഡിവിഷൻ ബെഞ്ച് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനയുഗ പൊളിറ്റിക് പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.